വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ മുട്ടയും ക്യാബേജും വെച്ചിട്ട് ഒരു മുട്ട പൊരിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, മുട്ടയുടെ ഉണ്ണി വരുന്നതേ ഉള്ളേ, അതൊക്കെ ഇച്ചിരി സമയം എടുക്കും. ലാസ്റ്റിലേ വരുള്ളൂ. ഓക്കെ, മുട്ട വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വയലറ്റ് ക്യാബേജാണ്. വയലറ്റ് ക്യാബേജ് ഒരു 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു അര ഉള്ളിയാണ്, അതിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂൺ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് എരിവിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അതിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിൻ്റെ അനുസരിച്ച് ഇതിൽ ചേർക്കാം. അപ്പം നമുക്കിതൊന്ന് ഇളക്കിയിട്ട് മുട്ട പൊരിക്കാം. ഓക്കെ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റാണ്. ബിക്കോസ് ഈ പിള്ളേർക്കൊക്കെ നമുക്ക് ക്യാബേജൊക്കെ കഴിക്കാൻ മടിയാണെങ്കിൽ നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിള്ളേരത് കഴിക്കുകയും ചെയ്യും. ഓക്കെ, അയൺ റിച്ച് ആയിട്ടുള്ള ഒരു കറിയാണ്. മുട്ട പൊരിച്ച് പ്രോട്ടീനും ഉണ്ട്, അയണും ഉണ്ട്, രണ്ടും ചേർന്നാണ്. ഓക്കെ, നമുക്കിതൊന്ന് പൊരിക്കാൻ വേണ്ടി നമുക്ക് പാനിലേക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി പോകാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബറിൻ്റെ അരികിലുള്ള ബെല്ലൈക്കൺ റൈറ്റ് സൈഡിലുള്ള ഓളൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ മുട്ടയൊന്ന് പൊരിക്കാൻ വേണ്ടി പോകാം. ഇല്ലായിരുന്നല്ലോ, നിങ്ങൾ വിചാരിക്കും ഉപ്പ് തന്നെ ഞാൻ ഇടാനിട്ട്. അത്യാവശ്യത്തിന് കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഓൾറെഡി ഞാൻ ഇളക്കിയായിരുന്നു. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു മുട്ടയെ ഇട്ടിട്ടുള്ളൂ. ഒരു 1/4 ഭാഗം പർപ്പിൾ ക്യാബേജാണ് എടുത്തിരിക്കുന്നത്. ഏത് ക്യാബേജും നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ഇതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, മുട്ട പൊരിക്കാൻ. ഓക്കെ, ഇതിൻ്റെ നടുഭാഗം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എടുക്കാൻ എളുപ്പമുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. മിശ്രിതം ഇവിടെ നന്നായിട്ട് പൊരിച്ചു വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതൊന്ന് ഇവിടെയൊക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഒന്ന് അടച്ചു വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വേവേ. നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. 2 മിനിറ്റ്. ഓക്കെ, 2 മിനിറ്റിന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു സൈഡ് വെന്ത് വന്നായിരുന്നു. മറ്റേ സൈഡോടെ 2 മിനിറ്റ് കൊണ്ട് വേവിച്ചെടുക്കാം. മൂടി തുറന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വേവും. അതാണ് ഈ കറണ്ടിൻ്റെ പ്രത്യേകത കേട്ടോ. കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു സൈഡ് വെന്ത് വന്നായിരുന്നു. മറ്റേ സൈഡോടെ 2 മിനിറ്റ് കൊണ്ട് വേവിച്ചെടുക്കാം. മൂടി തുറന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വേവും. അതാണ് ഈ കറണ്ടിൻ്റെ പ്രത്യേകത കേട്ടോ. ഇതിൻ്റെ നടുഭാഗം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എടുക്കാൻ എളുപ്പമുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഓക്കെ, കട്ടിയുള്ള ഭാഗം ഇച്ചിരിയും കൂടെ ഒരു സൈഡിലൂടെ വേകാനുണ്ട്. അപ്പോൾ ഞാൻ ആ സൈഡിലൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ. ഇനി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാനും ലൈക്കൊക്കെ ചെയ്യണം. ആദ്യമായിട്ട് കണ്ട് കാണുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതല്ലോ. അപ്പം നമ്മൾ സെർവ് ചെയ്യാം. അത് വെന്തിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്.
നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വേറൊരു വീഡിയോ നമുക്ക് പിന്നെ വീണ്ടും കാണാം. അതിൽ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്. ബൈ. ക്യാബേജിൻ്റെ ഒരു ടേസ്റ്റും ഇല്ലാതെ നമുക്ക് തോന്നുന്നില്ല കേട്ടോ. പിള്ളേർക്ക് ഇത് ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം.